സാർ 100ഓളം രാജ്യങ്ങളുമായിട്ട് നമ്മൾ ആയുധ ഇടപാടുകൾ നടത്താറുണ്ട്. അപ്പം നമ്മുടെ രാജ്യത്ത് നിന്ന് അർമേനിയക്കാർ ആയുധങ്ങൾ വാങ്ങാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു ശത്രുവായിട്ട് തുർക്കി ഇതോടുകൂടി മാറുന്നു എന്നാണോ കരുതപ്പെടേണ്ടത്? അങ്ങനെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുർക്കിയുടെ സഖ്യ രാഷ്ട്രത്തിൽപ്പെട്ടതാണ് ഈ അസർബൈജാൻ. അസർബൈജാനുമായിട്ട് നിരന്തര യുദ്ധത്തിലാണ്. അടുത്ത കാലത്തൊന്നും തീരില്ല അർമീനിയ. അർമീനിയയിൽ അല്ലെങ്കിൽ തന്നെ അർമീനിയക്കാരെ തുർക്കിക്ക് ഇഷ്ടമല്ല. കാരണം ഈ അർമീനിയക്കാരെ തുർക്കി വംശഹത്യ നടത്തിയത് ഒരു 3-4 കൊല്ലം മുമ്പ് UN ഈ വംശഹത്യ എന്നുള്ള വാക്കൊക്കെ വന്നിട്ട് അധികമൊന്നും ആയില്ല. അതെ. ഇപ്പം മാപ്പിള ലഹളക്കാലത്ത് അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ UN-നോടൊക്കെ അഭ്യർത്ഥിച്ചിട്ട് അതൊക്കെ കൊണ്ടുവരേണ്ടതാണ്. അർമീനിയ അങ്ങനെ അപേക്ഷിച്ചിട്ട് തുർക്കി നടത്തിയത് ജനസൈഡ്. ഈ ജനസൈഡ് എന്നുള്ള വാക്ക് അത്ര പഴയതല്ല. അത് ജനസൈഡ് ആണെന്ന് UN അംഗീകരിച്ചിട്ട് 3-4 കൊല്ലമേ ആയുള്ളൂ. അർമീനിയക്കാരെ നേരത്തെ തന്നെ കൂട്ടക്കൊല ചെയ്തിട്ടുണ്ട് തുർക്കി. കാരണം ഇവർ മുസ്ലിങ്ങളല്ലല്ലോ അർമീനിയ. അപ്പോൾ ഇപ്പോൾ ഈ കരാറൊപ്പിട്ടതും നമ്മൾ മിസൈൽ അർമീനിയക്ക് കൊടുക്കാൻ തുടങ്ങിയതുമൊക്കെ കുറച്ച് കാലമായി. 2021 മുതലൊക്കെ കരാറൊക്കെ ഒപ്പിട്ട്. പക്ഷേ ഇത് എത്രയാണ് കൊടുക്കുന്നത് എന്നൊക്കെ ഇപ്പോഴാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് സിപ്രി എന്ന് പറഞ്ഞ സംഘടന, സ്റ്റോക്ക്ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, സിപ്രി, അവരാണ് ഈ കണക്ക് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ആ കണക്ക് ഇന്ത്യൻ ഡിഫൻസ് റിസർച്ച് വിങ്ങിൻ്റെ വെബ്സൈറ്റിലൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ അർമീനിയക്ക് കൊടുക്കുന്നത് 15 ആകാശ് ഈ വിമാനവേദ മിസൈൽ ലോഞ്ചേഴ്സ്, 15 ലോഞ്ചേഴ്സ്, മിസൈല് വിക്ഷേപിക്കാനുള്ളത്, 400 മിസൈലുകൾ, 400 ആകാശ് മിസൈലുകൾ, ഇതാണ് കൊടുക്കുന്നത്. അപ്പോൾ ഫലത്തിൽ ഇത് തുർക്കിക്ക് എതിരായിട്ടല്ല, തുർക്കിയുടെ ശത്രു രാജ്യത്തിനാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് ഈ തുർക്കിയുടെ ഏകാധിപതിയായ പ്രസിഡന്റ് എർദോഗൻ. അയാൾ പാകിസ്ഥാനിൽ 2 തവണ പോയിട്ട് ഈ ഏതാണ്ട് 1.5 മാസം മുമ്പും അയാൾ സംയുക്ത പാർലമെന്റ് സമ്മേളനത്തിന് അവിടെ പോയി അഭിസംബോധന ചെയ്തു. എന്നിട്ട് കശ്മീർ പ്രശ്നം ഉന്നയിച്ചു അയാൾ ഇന്ത്യക്കെതിരെ. കശ്മീർ പ്രശ്നം പരിഹരിക്കേണ്ടത് ഐക്യരാഷ്ട്രസഭയാണ്, അത് രാജ്യാന്തര പ്രശ്നമാണ് എന്നൊക്കെ അയാൾ പറഞ്ഞു. അയാൾക്ക് പുറമെ ഈ പിന്നെ ഇത് പറയുന്നത് അസർബൈജാനാണ്. അസർബൈജാൻ നമ്മുടെ ശത്രു രാജ്യമാണല്ലോ. കാരണം അർമീനിയ നമ്മുടെ മിസൈൽ കൊണ്ടാണല്ലോ യുദ്ധം ചെയ്യുന്നത്. അസർബൈജാനും ഇത് പറയാറുണ്ട്. മൂന്നാമതൊരു രാജ്യം ഇറാനാണ്. കശ്മീർ പ്രശ്നം പലസ്തീൻ പ്രശ്നം പോലെയാണെന്ന് ഖമനേയി ഈ അടുത്ത കാലത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു സഖ്യം ഇങ്ങനെ 3-4 രാജ്യങ്ങൾ കശ്മീർ പ്രശ്നം ഉന്നയിക്കാറുണ്ട്. എർദോഗൻ എന്തുകൊണ്ടാണ് കശ്മീർ പ്രശ്നം ഉന്നയിക്കുന്നതെന്ന് ഇപ്പോൾ വളരെ വ്യക്തമാണ്. ഇതാണ് കാര്യം. തുർക്കി ഇന്ത്യയുടെ ശത്രുവായിട്ട് നിലകൊള്ളുന്നത് എന്താണെന്ന് വെച്ചാൽ തുർക്കിയുടെ ശത്രുവിന് നമ്മൾ മിസൈലുകൾ കൊടുക്കുന്നു. അതാണ് നമ്മൾ കൊടുക്കുന്ന ആകാശ് മിസൈലുകൾ. അർമീനിയക്ക് കൊടുക്കുന്നത് അപ്ഗ്രേഡ് ചെയ്തതാണ്. നമ്മൾ ആദ്യം വിക്ഷേപിച്ച് ഉറപ്പിച്ച മിസൈലുകൾ അപ്ഗ്രേഡ് ചെയ്തത് DRDO, റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ഡിഫൻസ്, DRDO ആണ് വികസിപ്പിച്ചത്. ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് ഭാരത് ഡൈനാമിക്സ് ആണ് ഉൽപ്പാദിപ്പിക്കുന്നത് മിസൈൽ, ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ്. ഇത് ആകാശ് 1S എന്നാണ് അതിൻ്റെ പേര്. 5 തവണ നമ്മൾ പരീക്ഷിച്ചതാണത്. വളരെ കൃത്യതയുള്ളതാണ്. 2 തരം ഗൈഡൻസ് ഒക്കെ ഉള്ള മിസൈലാണ്. ഡുവൽ ഗൈഡൻസ് എന്നാണ് പറയുന്നത്. അതായത് അതിൻ്റെ കമാൻഡ് ഗൈഡൻസ്, അതായത് അത് വിക്ഷേപിക്കുമ്പോൾ തുടക്കത്തിലുള്ള ഒരു ഗൈഡൻസ്, കമാൻഡ് ഗൈഡൻസ്. പിന്നെ മിഡ് കോഴ്സ്, അത് പോകുന്ന വഴിക്ക് തന്നെ കറക്ഷനും ഒക്കെ അതിൽ വരുത്താം, ദിശയുടെ കറക്ഷനും ഒക്കെ വരുത്താം. അത് കഴിഞ്ഞ് അവസാന ഭാഗത്ത് ഗൈഡൻസ് ഫോർ ഫൈനൽ ഫേസ്, അവസാന ഘട്ടത്തിൽ കൃത്യത ഉള്ളതാക്കാനും. അങ്ങനെ ഡുവൽ ഗൈഡൻസ് ഉള്ള മിസൈലാണ്. പിന്നെ സിംഗിൾ ഷോട്ട് കിൽ, ഒറ്റ ഇതിൽ തന്നെ തകർത്ത് കളയും, നശിപ്പിച്ച് കളയും. കെട്ടിടമാണെങ്കിലും ഒക്കെ തകർത്ത് കളയും. ജെറ്റുകൾ, ഡ്രോണുകൾ, ക്രൂസ് മിസൈലുകൾ, ഇതിനെയൊക്കെ
തകർക്കാൻ പറ്റും ആകാശ് മിസൈലിന്. 18 മുതൽ 30 കിലോമീറ്റർ വരെയാണ് അതിൻ്റെ റേഞ്ച്. 18 കിലോമീറ്റർ അകലെ നിന്നും വിക്ഷേപിക്കാം, 30 കിലോമീറ്റർ അകലെ നിന്നും വിക്ഷേപിക്കാം. അർമീനിയയിൽ നിന്നും വിക്ഷേപിച്ച് അപ്പുറത്ത് ചെന്നോളും. അതാണല്ലോ വേണ്ടത്. 2024 നവംബറിലാണ് നമ്മൾ അർമീനിയക്ക് ഇത് കൊടുത്തു തുടങ്ങുന്നത്. ഇത് കുറച്ച് വർഷം എടുക്കും, 3-4 കൊല്ലമൊക്കെ എടുക്കും. മൊത്തം കൊടുത്ത് തീരുമ്പോൾ 400 മിസൈൽ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് സമയം എടുക്കും. ഇത് $720 മില്യൺ ആണ്. 6000 കോടി രൂപ. ഒട്ടും മോശമല്ല. നമ്മൾ വലിയൊരു പ്രതിരോധ കയറ്റുമതി രാജ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ലോകത്ത് വൻശക്തികൾ ഉണ്ടായിരിക്കുന്നത് അല്ലേ? അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങി ഈ ജെറ്റുകൾക്കും മിസൈലുകൾക്കും ഒക്കെ അല്ലേ വലിയ വില. അങ്ങനെയാണ് അവരൊക്കെ വൻ തോക്കുകളായത്. അപ്പോൾ 2022 കരാർ ഒപ്പിട്ടു. 2024 നമ്മൾ അങ്ങോട്ട് കൊടുത്തു തുടങ്ങി. 2024 നവംബറിലാണ് ആദ്യം ചെയ്തത്. ഇത് സൗത്ത് കോക്കസസിൽ റീജിയണൽ ബാലൻസ് ഉണ്ടാക്കും. സൗത്ത് കോക്കസസ് എന്ന് പറഞ്ഞാൽ ആ ഏരിയ, അസർബൈജാൻ, അർമീനിയ, തുർക്കി ഒക്കെയുള്ള ഏരിയയിൽ ഒരു സമതുലിതാവസ്ഥ ഉണ്ടാക്കും. നമ്മുടെ ആകാശ് മിസൈൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ അസർബൈജാനും തുർക്കിയും ഒരുപാട് കളിക്കണ്ട എന്നുള്ളൊരവസ്ഥ വരും. 30 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർമീനിയക്ക് ശത്രുക്കളെ നേരിടാൻ കഴിയും എന്നുള്ളതാണ്. അതായത് നഗോർണോ കാരബാക്കിലാണ് യുദ്ധം നടക്കുന്നത്. നഗോർണോ കാരബാക്ക് എന്ന് പറഞ്ഞാൽ അതിർത്തി പ്രദേശം അസർബൈജാൻ്റേതാണെന്ന് അസർബൈജാനും അർമീനിയയുടേതാണെന്ന് അർമീനിയയും പറയുന്നുണ്ട്. ഇരുവരും പിടിച്ചടക്കിയിട്ടുമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. 2020 അവസാന യുദ്ധം നടന്നത്, 5 കൊല്ലം മുമ്പ്, നഗോർണോ കാരബാക്ക്. ആ യുദ്ധത്തിൽ ഡ്രോണുകൾ അസർബൈജാൻ ഉപയോഗിക്കുന്നത് തുർക്കിയുടെ ഡ്രോണുകളാണ് ഉപയോഗിക്കുന്നത് അവിടെ. അപ്പോൾ അസർബൈജാൻ തുർക്കിയുടെ ബേറാക്ടർ TB2 യുക്രൈനിലുമൊക്കെ വിജയിച്ചൊരു ഡ്രോണാണ്. അങ്ങനെ തുർക്കിക്ക് ഒരുപാട് ഓർഡറുകൾ കിട്ടിയിരുന്നു. ബേറാക്ടർ TB2 ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ ഡ്രോണുകളെ ആകാശ് കൈകാര്യം ചെയ്തോളും. മിസൈൽ അങ്ങനത്തെ ഡ്രോണുകളെയൊക്കെ തകർക്കാൻ ആകാശിന് കഴിയും. അപ്പോൾ അർമീനിയ ഇതുവരെ വാങ്ങിയിരുന്നത് ആയുധങ്ങൾ റഷ്യയിൽ നിന്നായിരുന്നു. ഇതുവരെ 90% റഷ്യയിൽ നിന്നാണ് വാങ്ങിയിരിക്കുന്നത്. 2011 മുതൽ 2020 വരെ കണക്കിലെടുത്താൽ ഈ 90% ആയുധങ്ങൾ റഷ്യയിൽ നിന്നാണ് വാങ്ങിയിരുന്നത്. ഇപ്പോൾ അർമീനിയക്ക് വേറൊരു രാജ്യത്തിന്, ഇന്ത്യയെ കിട്ടി. നഗോർണോ കാരബാക്കിനെ ചൊല്ലി അസർബൈജാനുമായി ഈ ശത്രുതയുണ്ടല്ലോ, തർക്കമുണ്ട്. പക്ഷെ അതിൽ തുർക്കി അസർബൈജാൻ്റെ കൂടെ നിൽക്കുന്നു. അതാണ് പ്രശ്നം. ആയുധവും കൊടുക്കുന്നു. നഗോർണോ കാരബാക്കിൽ ഈ അർമീനിയൻ ഗോത്രക്കാരാണ് മുമ്പൊക്കെ വസിച്ചിരുന്നത്. മുഴുവൻ അർമീനിയൻ ഗോത്രവർഗമാണ് ഈ തർക്കപ്രദേശത്ത് വസിച്ചിരുന്നത്. 2020 യുദ്ധത്തിന് ശേഷം 2023 സെപ്റ്റംബറിൽ അസർബൈജാൻ ഈ നഗോർണോ കാരബാക്കിലെ കുറേ സ്ഥലം പിടിച്ചടക്കിയിട്ടുണ്ട്. ആ യുദ്ധം തീർന്നപ്പോൾ അവരുടെ കൈവശമാണ് അതിൻ്റെ കൂടുതൽ പങ്കും. തുർക്കിയുടെ പട്ടാളവും തുർക്കിയുടെ കൂലിപ്പട്ടാളവും അസർബൈജാൻ സേനയുടെ കൂടെ 2020 യുദ്ധത്തിൽ അർമേനിയക്കെതിരെ ഉണ്ടായിരുന്നു. അതാണ് പ്രശ്നം. സോവിയറ്റ് യൂണിയൻ തകർന്ന ശേഷമാണ് ഈ യുദ്ധമൊക്കെ ഇപ്പോൾ ഇങ്ങനെ നടക്കുന്നത്. 2023 വരെ നഗോർണോ കാരബാക്കിൽ അർമീനിയക്കാർ ധാരാളം ഉണ്ടായിരുന്നു. ചുറ്റുമുള്ള 7 പ്രവിശ്യകളിലും ഉണ്ടായിരുന്നു അർമീനിയക്കാർ. 1990കളിൽ സോവിയറ്റ് യൂണിയൻ തകർന്ന ശേഷം ഈ അർമീനിയക്കാരെ പതുക്കെ പുറത്താക്കി. അസർബൈജാൻ ആ പ്രദേശങ്ങളിൽ നിന്ന് പുറത്താക്കി. സോവിയറ്റ് യൂണിയൻ കാലത്തും ഇവർ വിവേചനം നേരിട്ടിരുന്നു. അർമീനിയക്കാർ അടിച്ചമർത്തലുണ്ടായിരുന്നു. കാരണം അസർബൈജാൻ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിട്ടായിരുന്നല്ലോ ആ കാലത്ത് നിന്നിരുന്നത്. ആ കാലത്ത് വിവേചനം നേരിട്ടിരുന്നു. 1988 ഗ്ലാസ് നസ്തിൻ്റെ കാലത്ത് അടിച്ചമർത്തലുണ്ടായിരുന്നു. റഫറൻഡം നടന്നു അവിടെ, ഹിതപരിശോധന.
അർമീനിയയുടെ എതിർപ്പ് ഉണ്ടായിട്ടും ഹിതപരിശോധന അവിടെ നടന്നു. ഉം. എന്നിട്ട് സോവിയറ്റ് അർമീനിയ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് അവിടെ നഗാർണോ കാരബാക്ക് ആയി മാറിയത്. സോവിയറ്റ് അർമീനിയ എന്നുള്ള പേരിൽ മാറി. 1990 ശേഷം അർമീനിയ യുദ്ധം ജയിച്ചിരുന്നു ഒരെണ്ണം. 2020 അസർബൈജാൻ പിന്നീട് വിജയിച്ചു. 2020 1/3 സ്ഥലം ഇപ്പോൾ അസർബൈജാൻ്റെ കയ്യിലാണ്, നഗാർണോ കാരബാക്ക്. 2023 അസർബൈജാൻ വീണ്ടും അവിടെ പിടിച്ചടക്കി. അർമീനിയക്കാർ അവിടെ നിന്ന് പലായനം ചെയ്തു. അതാണ് ഈ യുദ്ധത്തിൻ്റെ അവസ്ഥ. ഈ കഴിഞ്ഞ ഫെബ്രുവരി 15 എർദോഗൻ കശ്മീരിൽ പാകിസ്ഥാനിൽ വന്നിട്ട് കശ്മീർ പ്രശ്നം ഉന്നയിച്ചത്. നമ്മൾ ഈ ഈ മിസൈൽ സപ്ലൈ ചെയ്തതിൻ്റെയൊക്കെ 2 മാസം കഴിഞ്ഞപ്പോൾ കുറേ ഭാഗം സപ്ലൈ ചെയ്ത് നവംബറിൽ നമ്മൾ കൊടുക്കാൻ തുടങ്ങി. ഫെബ്രുവരിയിൽ എർദോഗൻ നമ്മുടെ അയലത്ത് വന്നു, പാകിസ്ഥാനിൽ വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കുത്തുവാള എടുത്തിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ആയുധമൊക്കെ കൊടുക്കുന്നുണ്ട്, ഡ്രോണുകളും ഒക്കെ കൊടുക്കുന്നുണ്ട്, ബെയറാക്ടറൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എർദോഗൻ ഫെബ്രുവരി 15 പറഞ്ഞത് UN പ്രമേയം അനുസരിച്ച് കശ്മീർ ചർച്ച നടക്കണം, കശ്മീർ ജനതയുടെ വികാരം മാനിക്കണം എന്നാണ് അയാൾ പറഞ്ഞത് പാർലമെൻറ്റിൽ. പാകിസ്ഥാൻ്റെ അസർബൈജാനും പാകിസ്ഥാൻ്റെ സഖ്യത്തിലുണ്ട് ഇപ്പോൾ. തുർക്കി അപ്പം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ചർച്ച ചെയ്തിരുന്നു. നമ്മൾ ഡൽഹിയിൽ തുർക്കി സ്ഥാനപതിയെ വിളിച്ചിട്ട് ശകാരിച്ചു. ഡിമാർക്കെ എന്ന് പറയുന്ന പരിപാടി നമ്മൾ ചെയ്തു, ശകാരിച്ചു. എർദോഗൻ ഈ പറയുന്നത് ശരിയല്ല, കയ്യിൽ വെച്ചാൽ മതി എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. ആർട്ടിക്കിൾ 307 പിൻവലിച്ച ശേഷം 2019 എർദോഗൻ കശ്മീർ പ്രശ്നം ഉന്നയിച്ചിരുന്നു പാകിസ്ഥാൻ പാർലമെന്റിൽ തന്നെ. ഇപ്പം 2 തവണയായി, 2015 2024 ഇപ്പോഴും അല്ല, 2025 ഫെബ്രുവരിയിൽ. അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവ് 2024 ജൂലൈയിൽ കശ്മീർ പ്രശ്നം ഉന്നയിച്ചിരുന്നു. അപ്പോൾ നമ്മൾ അർമീനിയക്ക് ആയുധം കൊടുക്കുന്നു. അപ്പോൾ അർമീനിയയുടെ ശത്രുക്കൾ നമ്മുടെ ശത്രുക്കളാവുന്നു, കശ്മീർ പ്രശ്നം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. പലസ്തീൻ പോലെയാണ് കശ്മീർ എന്ന് ഖമനേയും പറഞ്ഞു. അപ്പോൾ തുർക്കി എന്തുകൊണ്ട് കശ്മീർ പ്രശ്നം ഉന്നയിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. തുർക്കി നമ്മുടെ ശത്രുസ്ഥാനത്താണ്. കാരണം തുർക്കിയാണല്ലോ ഇപ്പോൾ സുൽത്താനാകാൻ, ഖലീഫയാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ഇസ്ലാമിക ലോകത്തിൻ്റെ ഖലീഫയാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ സുൽത്താനും ഖലീഫയും ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അമേരിക്കക്കെതിരായ നിലപാടുകൾ എടുക്കുന്നുണ്ട്. നാറ്റോയിൽ അംഗമാണ്, പക്ഷെ അമേരിക്കക്കെതിരെയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അമേരിക്കയുമായിട്ട് ഇന്ത്യക്ക് കൂടുതൽ അടുപ്പം വരുന്നതും ഇന്ത്യ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് ഇനി എർദോഗനും നോക്കിക്കൊണ്ടിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.